ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലാവസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്വന്തമായിട്ടൊരു വീട്ടിൽ എങ്ങനെ ഒരു തിയേറ്റർ നിർമ്മിക്കാം അതിനെക്കുറിച്ചാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചൊരു തിയേറ്ററാണിത്. അതിൻ്റെ സ്ക്രീനാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇത് ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മാർക്കറ്റിൽ ഇപ്പം പല ടൈപ്പ് സ്ക്രീൻ ലഭ്യമാണ്. ഞാനിപ്പോൾ സ്വന്തമായിട്ടൊന്ന് അടിച്ചേക്കുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ആയാൽ റെഡിമെയ്ഡ് സ്ക്രീൻ കിട്ടുന്നു. അപ്പോൾ ആദ്യം നമുക്ക് തിയേറ്ററിൻ്റെ സ്ക്രീനിനെ കുറിച്ച് പറയാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്ക്രീൻ. ഇത് 10 അടി ലെങ്ത്ത്, ഹൈറ്റ് 4 അടി. അതാണ് ഞാൻ ഉണ്ടാക്കിയ സ്ക്രീൻ. ഞാൻ ഉണ്ടാക്കിയത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ്. ഇത് ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ് അല്ല, ബാനർ ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും എളുപ്പം സ്ക്രീൻ ഉണ്ടാക്കാൻ. അത് നിങ്ങളുടെ വീട്ടിലെ ചുമരിന് വിൻഡോ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്ലക്സ് ഒട്ടിക്കാവുന്നതാണ്. അഥവാ വിൻഡോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു PVC പൈപ്പിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് വേണം ഫ്ലക്സ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇത് പൊക്കി വെക്കാൻ പറ്റുന്ന സ്ക്രീനാണ്. നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞാൽ മുകളിലോട്ട് ഉയർത്തി വെക്കാൻ പറ്റും, ആവശ്യം കഴിഞ്ഞാൽ താഴ്ത്തി വെക്കാൻ പറ്റും. ഫ്ലക്സ് അടിച്ചതിന് ശേഷം 4 സൈഡും ചാർട്ട് പേപ്പർ, ബ്ലാക്ക് ചാർട്ട് പേപ്പർ കൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. എങ്കിൽ സിനിമ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേക ക്ലാരിറ്റി കിട്ടും. നമുക്ക് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വലിപ്പത്തിലൊരു സ്ക്രീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 രൂപ മാത്രമേ ചിലവുള്ളൂ. അത്രയും ലോ ബഡ്ജറ്റിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി ആൾക്കാർക്ക് കുറച്ചും കൂടെ അഡ്വാൻസായി ചെയ്യണമെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ റെഡിമെയ്ഡ് സ്ക്രീൻ വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലാമ്പ് ചെയ്ത് കൊടുക്കുകയോ വേണ്ടു. ഇത്രയുമാണ് എനിക്ക് സ്ക്രീനിനെ കുറിച്ച് പറയാനുള്ളത്. ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 5.1 ചാനലിൻ്റെ ഇംപെക്സിൻ്റെ സ്പീക്കറാണ്. അത് 2 സ്പീക്കർ ഞാൻ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഒരു സ്പീക്കറിൽ സെൻറ്ററിലും ഉണ്ട്. ബാക്കി 2 സറൗണ്ട് പുറകിലും ഉണ്ട്. ഇവിടെയാണ് ഞാൻ പ്രൊജക്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് സീലിംഗ് ഒരു സ്റ്റാൻഡ് ഇതുപോലൊരു സ്റ്റാൻഡ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് സീലിങ്ങിനാണ് ഞാൻ പ്രൊജക്ടർ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് പ്രൊജക്ടർ. ഞാൻ MX 528 DLP പ്രൊജക്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം 35,000 to 40,000 ആ റേഞ്ചിലുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആമസോണിൽ പോയാൽ കിട്ടും എന്തൊക്കെയാണെന്ന്. ഇതാണ് ഇതിൻ്റെ ലെൻസ്. ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സൂമും ഫോക്കസ് എല്ലാം ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ എല്ലാ ബട്ടണും ഇവിടെയുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലാണ് HDMI കേബിളും അതൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. 2 HDMI കേബിളും ഒരു പവർ കേബിളും ഒരു ഓഡിയോ വീഡിയോ പിന്നും ഇതൊക്കെയാണ് പുറകിലുള്ളത്. ഇനി ഈ പ്രൊജക്ടർ ഒന്ന് ഓണാക്കി നോക്കാം. പവർ ബട്ടൺ നോക്കിയാൽ ഇവിടെ ഒരു ലൈറ്റ് കത്തും. ഇതിൻ്റെ തന്നെ റിമോട്ട് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ റിമോട്ടും കിട്ടും. റിമോട്ടിലാണ് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. പ്രൊജക്ടർ ഓണായിരിക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് എടുക്കും ഇതൊന്ന് ലാമ്പ് ഓണായി വരണമെങ്കിൽ. നമുക്ക് സ്ക്രീനിലേക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് സ്ക്രീനിലേക്ക് നോക്കാം. ഇപ്പം നമ്മൾ പ്രൊജക്ടർ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് സ്ക്രീനിൽ കാണുക. ഇപ്പോൾ ഫുൾ സ്ക്രീനിലായിട്ട് വരും. നമ്മൾ സിനിമ ഇടുമ്പോൾ അത് പകുതി സ്ക്രീനായിട്ട് ഓട്ടോമാറ്റിക് വരും. ഇതാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റെസൊല്യൂഷൻ. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഇത്രയ്ക്കും ഡാർക്ക് റൂമിൽ ഉണ്ടായിരിക്കണം. എന്നാലേ പിക്ചർ അത്രയും ക്ലാരിറ്റി ഇവിടെ കിട്ടും. അപ്പം നമുക്ക് ഇവിടെ ആണ്ട് പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാട്ടിലാണെങ്കിൽ മാക്സിമം സീലിങ്ങിന് ബ്ലാക്ക് കൊടുക്കുക. പ്രൊജക്ടർ ഓണായി ഇതുപോലെ ഇരിക്കും. ഞാൻ ഡോറിന് ഇതുപോലെ ഒരു എക്സിറ്റ്
കൊടുത്തിട്ടുണ്ട്. അതൊരു തിയേറ്റർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതൊരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് അതിനകത്തൊരു റെഡ് ബൾബ് ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് ഒരു തിയേറ്റർ ഫീലിന് വേണ്ടിയിട്ട് മാത്രം. വീട്ടിൽ നമ്മളൊരു തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇതുപോലത്തെ ഒരു സ്ക്രീൻ ചെയ്യുക. ബോർഡറൊക്കെ ബ്ലാക്ക് കൊടുത്തിട്ടൊരു സ്ക്രീൻ ചെയ്യുക. രണ്ടാമത്തത് ഒരു നല്ല പ്രൊജക്ടർ വാങ്ങിക്കുക. മൂന്നാമത് ഒരു നല്ലൊരു ഹോം തിയേറ്റർ വാങ്ങിക്കുക. മിനിമം ഒരു 5.1 ചാനലുള്ള ഹോം തിയേറ്റർ അങ്ങ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ പ്രൊജക്ടർ ഓൺ ചെയ്തിരിക്കുകയാണ്. ഞാനിത് ലാപ്പുമായിട്ടാണ് കണക്ട് ചെയ്തത്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു പ്രൊജക്ടറാണിത്. ഞാനിനി ഇതിൻ്റെ സെറ്റിംഗ് കാണിച്ചു തരാം. എല്ലാം റിമോട്ടിലാണ് സെറ്റിംഗ് പ്രൊജക്ടറിൻ്റെ. ആണ് പിക്ചർ മോഡ്. ഞാനിപ്പോൾ സിനിമ മോഡിലാണ് വെച്ചേക്കുന്നത്. ഗ്രീൻ ലൈറ്റ് ഓണാക്കിയാൽ നല്ല കളർ കിട്ടും. കുറച്ചും കൂടെ പവർ കൂടും. നമുക്കതിനകത്ത് വെക്കാം. ഇനി ഞാനൊരു മൂവി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു പടം ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാനേ പറ്റൂ, അല്ലേ കോപ്പി റൈറ്റ് വരും. അതുകൊണ്ടാണ്. കോപ്പി റൈറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ കാണിക്കുന്നില്ല. സൗണ്ട് അടക്കം കൂടിയാണ് ഇതിലിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ 3D അതൊക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയായി വീണ്ടും വരാം.